നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുമ്പോൾ നമ്മൾ ഡൽഹിയിലേക്കാണ് ആദ്യം പോവുക. അവിടെ ഡൽഹിയിൽ അഭിജിത് ദീപ്കെ, നമുക്കറിയാം, ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാവുന്ന ഒരു പേരാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിന് അനുമതി ലഭിച്ചു എന്നുള്ള സൂചനയും വരുന്നു ജന്തർ മന്ദിറിൽ. അതിലേക്ക് തന്നെയാണ് വിശദമായി കടക്കുന്നത്. നമുക്ക് നോക്കാം തലക്കെട്ട്. രാജ്യ തലസ്ഥാനത്ത് പരസ്യ പ്രതിഷേധത്തിനായി കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത് ദീപ്കെ ഡൽഹി വിമാനത്താവളത്തിൽ. എന്റെ വിധി ഭരണഘടനയ്ക്ക് വിടുന്നുവെന്ന ദീപ്കെ. എയർപോർട്ടിൽ വൻ പോലീസ് സന്നാഹം. പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്ന് CJP. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറത്ത് വാഹനാപകടത്തിൽ 2 മരണം. അപകടം ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 10-ലേറെ പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. അപകടം പുലർച്ചെ 1:30 കൊണ്ടോട്ടിയിൽ. അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്നും കൊട്ടിയൂരിലേക്ക് പോയ തീർത്ഥാടക സംഘം. മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ED. അറസ്റ്റടക്കം തുടർ നടപടികൾ. തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം മാത്രം. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി വൈകിട്ട് അവസാനിക്കും. നേതൃമാറ്റ ചർച്ചകൾക്കിടെ KPCC ഭാരവാഹി യോഗം ഇന്ന്. MLA-മാരും MP-മാരും പങ്കെടുക്കും. DCC അധ്യക്ഷന്മാരും യോഗത്തിൽ. നോർവേ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് ചരിത്ര ജയം. വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് 1ാമത്. നോർവേ ചെസ് കിരീടം ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി തമിഴ്നാട്ടുകാരൻ. ഒൻപത് വാർത്തയിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഡൽഹിയിലെത്തി. ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് CJP ആഹ്വാനം ചെയ്ത ആദ്യ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് CJP രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഡൽഹിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എയർപോർട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോഴും ഈ ദീപ്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇത്ര കാല താമസം? എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് എയർപോർട്ടിൽ? അഭിജിത്ത്, കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. 7:41-നാണ് ഡൽഹി വിമാനത്താവളത്തിൽ അഭിജിത്ത് ഇറങ്ങിയത്. ബോസ്റ്റണിൽ നിന്നാണ് അഭിജിത്ത് ഡൽഹിയിലെത്തിയത്. ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധത്തിനാണ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ അഭിജിത് ദീപ്കെ പുറത്തേക്കിറങ്ങും. 7:41-ന് വിമാനമിറങ്ങിയ ശേഷം ദില്ലിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി അഭിജിത്തുമായി ചർച്ച നടത്തി എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു, അഭിജിത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിന് അനുമതി നൽകിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും കൃത്യമായ രേഖകളെല്ലാം തന്നെ അഭിജിത്തും കൈമാറിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ എക്സിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി അഭിജിത്തുമായി ചർച്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. നേരത്തെ ലഭ്യമായിരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയായിരുന്നു: പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ അഭിജിത്ത് എത്തും. അവിടെ എത്തി ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനുള്ള അനുമതി ചോദിക്കും. അതിനുശേഷം അനുമതി ലഭിച്ചാൽ പ്രതിഷേധം. ഇതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹി പോലീസ് വളരെ സമാധാനപരമായും അതോടൊപ്പം തന്നെ അഭിജിത്തുമായും കൃത്യമായി ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകളിൽ അഭിജിത്ത് സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നു. അഭിജിത്തിന്റെ യാത്രാരേഖകളടക്കം പോലീസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 6-ൽ നിന്ന് അഭിജിത് ദീപ്കെ പുറത്തേക്ക് വരും. ജന്തർ മന്ദിറിൽ ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരും എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അവകാശപ്പെടുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരോട് ഇന്ന് ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനായി എത്താൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനമായ ഡൽഹി അതീവ സുരക്ഷയിലുമാണ്. 1000-ഓളം പോലീസുകാരെ ഡൽഹി പോലീസിൻ്റെ 1000-ഓളം ഉദ്യോഗസ്ഥരെ മാത്രം അവിടെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം
വിമാനത്താവളത്തിലടക്കം കേന്ദ്രസേനയെയും അടക്കം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനും എത്തിയിട്ടുണ്ട്. മാത്രമല്ല പതിവിൽ കൂടുതലായി ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ച് ഏത് സാഹചര്യവും നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളുമായാണ് ഡൽഹി പോലീസും ഒപ്പം കേന്ദ്രസേനയും ഡൽഹി വിമാനത്താവളത്തിൽ ഉള്ളത്. പ്രതിഷേധത്തിന് അനുമതി ലഭിച്ച സാഹചര്യത്തിൽ വരും മണിക്കൂറുകൾ നിർണായകമാണ്. 9 മണിക്കാണ് ഈ പ്രതിഷേധം ആരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അഭിജിത്ത് ഇതുവരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ നിന്ന് അഭിജിത്ത് നേരെ ജന്തർ മന്ദറിലേക്കാകും പോവുക. അവിടെ ഇതിനോടകം തന്നെ പാർട്ടിയുടെ വക്താക്കളായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചവരും ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ടീഷർട്ടും തൊപ്പിയുമൊക്കെ അണിഞ്ഞ നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ജന്തർ മന്ദറിൽ കണ്ടിട്ടുണ്ട്. AAPയുടെ അടക്കം പ്രതിഷേധങ്ങൾ, അന്ന് അണ്ണാ ഹസാരെയുടെ അടക്കം പ്രതിഷേധങ്ങൾ. ആ തോതിലുള്ള ജനപങ്കാളിത്തം ഒന്നും തന്നെ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ജൻസി ഒരുപാട് യുവാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ തെലങ്കാനയിൽ നിന്ന് വന്ന പ്രവർത്തകരുടെ അടക്കം പ്രതികരണങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നിരുന്നു, ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ജനപിന്തുണ ഇതിന് ലഭിക്കും എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ CJP പല നിർദ്ദേശങ്ങളും ഇതിനു മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ വക്താക്കൾ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തി. അതായത് പാർട്ടി ഭേദമന്യേ ആർക്കും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാം. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ മറ്റ് സേനാംഗങ്ങളോടും സൗഹാർദ്ദപരമായി പെരുമാറണം. ഒപ്പം ഈ പ്രതിഷേധത്തിന് എത്തുന്നവർ അവർ കയ്യിലൊരു പുസ്തകവും ദേശീയ പതാകയും കൊണ്ടുവരണം എന്നാണ് ആഹ്വാനം ചെയ്തിരുന്നത്. അതായത് വിദ്യാഭ്യാസം എല്ലാവർക്കുമുള്ള അവകാശമാണ്, എല്ലാവർക്കും തുല്യ അവസരം രാജ്യത്തുണ്ടാകണം. ഈ ഒരു സന്ദേശം നൽകുന്നതിനാണ് ഇത്തരത്തിൽ കയ്യിൽ ഒരു ദേശീയ പതാകയും ഒപ്പം പുസ്തകവും കൊണ്ടുവരണം എന്നൊരു ആഹ്വാനം അഭിജിത്ത് DKയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക സന്ദേശമായി തന്നെ നേരത്തെ നൽകിയിരുന്നത്. എന്തായാലും നീറ്റ്, CUET, CBSE പരീക്ഷകൾ ഒപ്പം SSC പരീക്ഷകൾ അങ്ങനെ വിവിധ പരീക്ഷകളിൽ ഉണ്ടായ ക്രമക്കേടുകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകളിൽ എഴുതിയ നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിലൊക്കെയുള്ള കടുത്ത പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി രേഖപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അഭിജിത്ത് ബോസ്റ്റണിൽ നിന്ന് ഇന്ത്യയിലെത്തിയിരിക്കുന്നു. നേരത്തെ AAPയുടെ അടക്കം പ്രതിഷേധ ഘട്ടങ്ങളിൽ പാർട്ടി രൂപീകരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ വോളണ്ടിയറായി പ്രവർത്തിച്ച ആളാണ് അഭിജിത്ത് DK. ഒപ്പം ബോസ്റ്റണിൽ നിലവിൽ പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആൾ കൂടിയാണ് അഭിജിത്ത് DK. എന്തായാലും ഈ 30കാരൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അത് വരും മണിക്കൂറുകളിൽ രാജ്യത്ത് എത്രത്തോളം അതിനൊരു പങ്കാളിത്തമുണ്ട് എന്ന് ഏവരും ഉറ്റുനോക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു ഡൽഹിയിലെ വിമാനത്താവളത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് DK എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഡൽഹി പോലീസ് വിമാനത്താവളത്തിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, ചർച്ചകൾ നടത്തിയിരിക്കുന്നു. ആദ്യമായാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബോസ്റ്റണിൽ നിന്ന് അഭിജിത്ത് ഇന്ത്യയിലെത്തുന്നത്. ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മയായി ഇത് രൂപപ്പെടുകയും പിന്നീട് അതൊരു വലിയ സമൂഹ മാധ്യമത്തിലടക്കം വലിയൊരു തരംഗമായി മാറുകയും ചെയ്തതായിരുന്നു സാഹചര്യം. അങ്ങനെ വളരെ കുറച്ച് ദിനങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചെറുപ്പക്കാർക്കിടയിലും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം ദിവസങ്ങൾ കൊണ്ട് 22.4 മില്യൺ കടന്നു. അതായത് രാജ്യത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതൽ പ്രവർത്തകർ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. കറുത്ത ജാക്കറ്റും വെള്ള ടീഷർട്ടും ലോഗോയുള്ള തൊപ്പിയുമൊക്കെയായി നമുക്ക് ഈ അഭിജിത്തിനെ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. എന്തായാലും ഈ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ നമുക്കറിയാം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാർട്ടികളോട് ഉപമിച്ച ഒരു വിമർശനം, അതാണ് CJPയുടെ തുടക്കം. പല ഘട്ടത്തിലും തൊഴിലെടുക്കാത്തവർ, അലസന്മാർ, ഇന്റർനെറ്റ് ലോകത്ത് ജീവിക്കുന്ന പാർട്ടികൾ, അങ്ങനെ പല വിമർശനങ്ങൾ ഒരു ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു. അതൊരു പാർട്ടിയായി പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നു. അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള കാഴ്ചകളാണ് CJPയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. എന്തായാലും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വലിയൊരു കൊടുങ്കാറ്റായി മാറിയ
ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ ആദ്യ പരസ്യ പ്രതിഷേധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പരസ്യ പ്രതിഷേധത്വം. ആ പ്രതിഷേധത്തിൽ എത്രത്തോളം ജൻസിയുടെ പങ്കാളിത്തമുണ്ടാകും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അത് ജന്തർ മന്ദറാണ്. അതിനു മുന്നിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേന, ഡൽഹി പോലീസ്, ഒപ്പം ഇന്റലിജൻസ് വിഭാഗങ്ങളടക്കം സജീവ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹി. കാരണം ഇതിനു മുൻപും വർഷങ്ങൾക്ക് മുൻപ് സമാനമായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഒരു പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുകയും പിന്നീട് ആ പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം വരെ ഉണ്ടായ ഒരു ചരിത്രമുണ്ട് നമുക്ക്. അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മാറാൻ കഴിയുമോ, എത്രത്തോളം പങ്കാളിത്തമുണ്ടാകും എന്നതൊക്കെ ഉറ്റുനോക്കുന്നു. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് പ്രതീക്ഷിച്ച തോതിലുള്ളൊരു പങ്കാളിത്തം അത് ഇല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവാക്കൾ ഈ കൂട്ടായ്മയ്ക്ക് പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ദേശീയ പതാകയുമായി, കയ്യിൽ പുസ്തകവുമായി, അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി നൽകിയ നിർദ്ദേശാനുസരണം അവിടെ എത്തിയ നിരവധി പേരെ കാണാം. എന്തായാലും വരും മണിക്കൂറിൽ മാത്രമേ എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും എൽദോ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ ആ ജാക്കറ്റ് ധരിച്ച, വെള്ള ടീഷർട്ട് ധരിച്ച, തലയിൽ തൊപ്പി വെച്ച ആളാണ് അഭിജിത്ത് ദീപ്കെ. കാർത്തിക്, ഈ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇനി അഭിജിത്ത് ദീപ്കെ ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം തന്നെ അവിടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി അനുമതി വാങ്ങണം. എന്നാൽ മാത്രമേ ആ പ്രതിഷേധത്തിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ഉറപ്പുള്ളൂ. അപ്പോൾ ഈ അനുമതി വാങ്ങാൻ അവിടെ സ്റ്റേഷനിലേക്ക് എത്തണമെന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ നേരത്തെ ആഹ്വാനം. അല്ല ഇനി മറ്റാരെങ്കിലും വിട്ട് ഇപ്പോൾ അനുമതിക്കായി അപേക്ഷ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ മുൻകരുതൽ, ഇത്രമാത്രം ജനപങ്കാളിത്തം അല്ലെങ്കിൽ ഒരുപാട് പേർ എത്താൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ പോലും ഇത്തരമൊരു സന്നാഹത്തെ നിയോഗിക്കേണ്ട സാഹചര്യം എന്താണ്? അതൊരു മുൻകരുതൽ എന്ന് മാത്രം കണക്കാക്കി ഒഴിവാക്കാൻ പറ്റുമോ? ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്കിൽ കൂടിയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആ പ്രതിഷേധങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഒരുക്കിയത്. എന്തായാലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ ഇപ്പോൾ ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ നിയമവിദഗ്ധരുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ഡൽഹി പോലീസുമായുള്ള ചർച്ചയിൽ ഈ അനുമതിക്കുള്ള ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ടാവാം. അവിടെ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതായത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സമാധാനപരമായി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനുള്ള അനുമതി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമല്ല എങ്കിൽ കൂടിയും അതിനകത്ത് നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ്. അങ്ങനെയെങ്കിൽ നിയമവിദഗ്ധരുമായി അഭിജിത്ത് ചർച്ച നടത്തി. നിയമവിദഗ്ധരും അഭിജിത്തിൻ്റെയും സാന്നിധ്യത്തിൽ അവർ ഡൽഹി പോലീസുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകണം. അങ്ങനെ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പിൽ കൃത്യമായ രേഖകൾ, അഭിജിത്തുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് ആവശ്യപ്പെട്ട രേഖകളുമൊക്കെ കൈമാറിയിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഇതിന് അനുമതി നൽകിയത് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. എന്തായാലും അനുമതി ലഭിച്ചിരിക്കുന്നു ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാകും പ്രതിഷേധം. നിശ്ചയിച്ചതുപോലെ നേരത്തെ പാർട്ടി ആഹ്വാനം ചെയ്ത രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അവരുടെ വക്താക്കളും ജന്തർ മന്ദറിലടക്കം ആഹ്വാനം ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ആഹ്വാനം ഭക്ഷണം കഴിച്ചിട്ട് വരണം, വിശപ്പ് മാറ്റണം, സൺസ്ക്രീൻ വേണം, വെള്ളം കരുതണം, അങ്ങനെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളോ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ നടത്തുന്ന ആഹ്വാനത്തിനും അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ കൂടി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചതുവരെ പുസ്തകം കയ്യിൽ കരുതണം, അത് വിദ്യാഭ്യാസം, തുല്യ വിദ്യാഭ്യാസം എന്നുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് കാണാം. ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാം. അഭിജിത്ത് ദീപ്കെ അദ്ദേഹം അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ പുറത്തേക്ക് ഇറങ്ങാൻ അനുമതി നൽകാത്തത് കൊണ്ടാണോ അദ്ദേഹം ഇപ്പോഴും എയർപോർട്ടിൽ തുടരുന്നത്? ഡൽഹി പോലീസിന്റെ സാന്നിധ്യത്തിലും സുരക്ഷയിലുമായിരിക്കും അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് ഇറങ്ങുക. എന്തായാലും ഒരു സുരക്ഷാ ക്ലിയറൻസിനായി കാത്തു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ്. മറ്റൊന്ന് എൽദോ, ഡൽഹി പോലീസ് ഈ അനുമതി നൽകിയത് കൃത്യമായ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് നേരത്തെ സംഭവിച്ചതുപോലെ പല പ്രതിഷേധങ്ങളിലും ജന്തർ മന്ദറിൽ സംഘടിപ്പിക്കുമ്പോൾ സംഭവിച്ചതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് സംഘാടകർ തന്നെ ഡൽഹി പോലീസിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
ഡൽഹി പോലീസ് ഈ പ്രതിഷേധത്തിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് പുറത്തേക്കിറങ്ങും. അഭിജിത്തിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ആരും എത്തരുത് എന്ന് നേരത്തെ തന്നെ അഭിജിത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പലരും ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നേരത്തെ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നതും. CRPF ഒപ്പം CSF അടക്കം ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിലുള്ള ബാരിക്കേഡുകൾ ടെർമിനൽ 6-ന് മുമ്പിലായി വളരെ പുലർച്ചെ തന്നെ ക്രമീകരിച്ചിരുന്നു. അതായത് എത്രത്തോളം പ്രതിഷേധക്കാരുടെ പങ്കാളിത്തം ഇന്ന് ഡൽഹിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പോലീസിന് ലഭ്യമല്ല. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം, വലിയ തോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഇതാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ജന്തർ മന്ദറിൽ നിന്നും മാത്രമല്ല പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുമൊക്കെ നമുക്ക് രാവിലെ കാണാൻ കഴിയുന്ന കാഴ്ച. എന്തായാലും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആനി രാജ അടക്കം ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് ഭാഗമാകും എന്നതുകൂടി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. CJPയെ നേരത്തെ ശക്തമായി വിമർശിച്ച BJP രംഗത്തെത്തിയിരുന്നു. ഒപ്പം കോൺഗ്രസ് ആകട്ടെ ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ CPI അടക്കമുള്ള സംഘടനകളുടെ നേതാക്കളിൽ പലരും, രാജ്യത്തെ പ്രമുഖ നേതാക്കളിൽ പലരും ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമാകും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് ജൻസി ചെറുപ്പക്കാരുടെ പേരിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. അതൊരു വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നു. ആ പ്രതിഷേധത്തിന്, ആദ്യ പരസ്യ പ്രതിഷേധത്തിന് പല കോണുകളിൽ നിന്നുള്ള പിന്തുണ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് അതാണ്. അഭിജിത്ത് അല്പസമയത്തിനകം വിമാനത്താവളത്തിന് പുറത്തേക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോസ്റ്റണിൽ നിന്ന് ആണ് രാവിലെ 7:41 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹിയിലെത്തിയ അഭിജിത്ത് ദീപ്കെയുമായി ഏറെ നേരം ഡൽഹി പോലീസ് ചർച്ച നടത്തി. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അഭിജിത്ത് ദീപ്കെയുമായി ഡൽഹി പോലീസ് നടത്തി. അങ്ങനെ കൃത്യമായ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് വരെ അവർക്ക് പ്രതിഷേധിക്കാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇനിയാണ് ഒരു പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്ന് വ്യക്തമാവുക. അഭിജിത്ത് ദീപ്കെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ് പ്രതികരിക്കുന്നത്? അദ്ദേഹം എന്തോ പുറത്തെത്തിയ ഉടൻ തന്നെ മൈക്കിന് മുന്നിൽ എന്തോ അറിയിച്ചു. ഇനി എങ്ങോട്ടാണ് നീങ്ങുക, ഇനി എന്താണ് അടുത്ത നടപടികൾ എന്നൊക്കെയാണ് കാത്തിരുന്നത്. അത്യന്തം ആകാംക്ഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് ഡൽഹിയിൽ. വർഷങ്ങൾ മുമ്പ് കണ്ട പ്രതിഷേധ ജ്വാലകൾ അത് എത്രമാത്രം വലിയ തോതിൽ ഉണർന്നു, അത് വളർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു കൂട്ടായ്മയിലേക്ക്, അതുപോലെ ഒരു സംഘടനാ തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ കാത്തിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ആ ഒരു ഹൈപ്പ്, ആ ഹൈപ്പിനപ്പുറത്തേക്ക് എത്രമാത്രം ഒരു സംഘടനാ ബലം ഇതിലുണ്ടാകുമെന്നൊക്കെയാണ് അറിയേണ്ടത്. എന്നാൽ US നിന്നും പുറത്തിറങ്ങിയ അഭിജിത്ത് ദീപ്കെ ഇതാ ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക്. കാർത്തിക്, ഇനി എങ്ങോട്ട് എന്നുള്ളതാണ്. നേരെ ജന്തർ മന്ദറിലേക്കാണോ അതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എൽദോ 9:15 അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വാഹനത്തിൽ ജന്തർ മന്ദറിലേക്ക് പോകുന്നു. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ ഇപ്പോൾ അവരുടെ എക്സ് അക്കൗണ്ടുകളിലൂടെ ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുന്നു. പെർമിഷൻ ഫോർ ദ കോക്രോച്ച് പ്രൊട്ടസ്റ്റ് സെക്യൂർഡ് ഫ്രം അതോറിറ്റീസ്. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. എവരി വൺ പ്രൊസീഡ് സ്ട്രേറ്റ് ടു ജന്തർ മന്ദർ. എല്ലാവരും ജന്തർ മന്ദറിലേക്ക് നീങ്ങുക എന്നാണ് പാർട്ടിയുടെ വക്താവ് തന്നെ ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പോകരുത്, പ്ലീസ് കം ഡയറക്ട്ലി ടു ജന്തർ മന്ദർ. ജന്തർ മന്ദറിലേക്ക് എല്ലാ പ്രവർത്തകരും നേരിട്ടെത്തണം. ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടി വക്താക്കളുടെ ആഹ്വാനം. ഒപ്പം ധർമ്മേന്ദ്ര പ്രധാനെതിരായ മുദ്രാവാക്യം കൂടി അവരുടെ എക്സിൽ പങ്കുവച്ചിരിക്കുന്നു. അതായത് ശക്തമായ ഒരു പ്രതിഷേധമാവും വരും മണിക്കൂറുകളിൽ കാണുക. സ്വാഭാവികമായും ജൻസിയുടെ പ്രതിഷേധം എന്തൊക്കെ തരത്തിൽ വ്യത്യസ്തമായിരിക്കും ആ പ്രതിഷേധം എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് കാണാം, ഈ പ്രതിഷേധത്തിനായി രാവിലെ മുതൽ തന്നെ ഡൽഹിയിലെത്തിയ പല പ്രവർത്തകരും അവരുടെ വേഷവിധാനങ്ങളിൽ തന്നെ വ്യത്യസ്തതയായിരുന്നു. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ടീഷർട്ട്, അവരുടെ ക്യാപ്പ്, ഒപ്പം
കയ്യിൽ ദേശീയ പതാക, പാർട്ടി ആഹ്വാനം ചെയ്തതുപോലെ ഒപ്പം പുസ്തകം, അങ്ങനെ പാർട്ടി നിർദ്ദേശം പാലിച്ചുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തകർ അവിടെ എത്തിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ നൽകിയ ശ്രദ്ധേയമായ മറ്റൊരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്കോട് അനുഭവപൂർണ്ണവും സ്നേഹപൂർണ്ണവുമായി പെരുമാറണമെന്നാണ്. അവർക്ക് പൂക്കൾ നൽകി സ്വീകരിക്കണം എന്നൊക്കെയായിരുന്നു ആഹ്വാനം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് പോലീസിൻ്റെ കൂടി അകമ്പടിയോടുകൂടി അഭിജിത്ത് ദീപ്കെ പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം പ്രതിഷേധം ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രതിഷേധം. അൻബേദ്കറിൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ അഭിജിത്തിന് വലിയ സ്വീകരണം എയർപോർട്ടിൽ ലഭിച്ചതും നമുക്ക് കാണാം. അങ്ങനെ കാറിൽ ജന്തർ മന്ദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു അഭിജിത്ത് ദീപ്കെ കയ്യിൽ അംബേദ്കറുടെ ഒരു ചിത്രം കൂടി ഉയർത്തിക്കാട്ടി ആണ് പുറത്തേക്ക് എത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും ഈ പാർട്ടിയുടെ നിലപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അങ്ങനെ ആദ്യം ഒരു വെബ്സൈറ്റിന് രൂപം നൽകി അവരുടെ ദർശനങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് പങ്കുവച്ചു. അതായത് പ്രത്യയശാസ്ത്രപരമായി ഒരു മതേതര സോഷ്യലിസ്റ്റ് ജാതിവിരുദ്ധ സംഘ അഭിജിത്ത് ദീപ്കെ ഇതാ ജന്തർ മന്ദറിലേക്ക് പുറപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പ്രതിഷേധമുണ്ടാകും. വിമാനത്താവളത്തിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ പങ്കാളിത്തം പക്ഷേ ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ്. നമുക്ക് കാത്തിരിക്കാം എത്രമാത്രം ആളുകൾ ഈ പാർട്ടിയുടെ ആഹ്വാനത്തെ തുടർന്ന് അവിടേക്ക് എത്തിച്ചേരുമെന്നൊക്കെ കാത്തിരിക്കാം. എത്രമാത്രം പേര് അവിടെ എത്തും എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഒരു വലിയ പ്രതിഷേധ ജ്വാല അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് രാജ്യം. കാരണം സമാനതകളില്ലാത്ത ഒരു കുതിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പ്രകടമാക്കിയത് CJP. എതിർത്തപ്പോഴൊക്കെ അത് വലിയ തോതിൽ കുതിച്ചുയർന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അഭിജിത്ത് ദീപ്കയുടെയും CJPയുടെയും ആദ്യ പ്രതിഷേധത്തിന് അനുമതി നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. അനുമതി നിഷേധിച്ചാൽ ഒരുപക്ഷെ അത് കൂടുതൽ ശ്രദ്ധ നേടാനുള്ള സാധ്യത കൂടിയുണ്ടല്ലോ. VR കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക് എന്നാലും അതാ ജന്തർ മന്ദറിലേക്ക് തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് പോകുന്നു. എപ്പോഴാരംഭിക്കും? അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണി മുതലാണ് പ്രതിഷേധത്തിന് അനുമതി നൽകുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ ജന്തർ മന്ദറിൽ കാത്തു നിൽക്കുന്നു. അവരുടെ മുന്നിലേക്കാണ് അഭിജിത്ത് ദീപ്കെ എത്തുന്നത്. നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ കാണാം. കയ്യിൽ അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അഭിജിത്ത് ദീപ്കെ. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് രാജ്യവും ഉറ്റുനോക്കുന്നു. കാരണം വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് രൂപപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ വിശ്വസിച്ച് എത്രത്തോളം പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. എന്തായാലും ഡൽഹിയിലെ പല ഭാഗങ്ങളിൽ ജന്തർ മന്ദറിലും കർത്തവ്യപഥിലുമൊക്കെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുമൊക്കെ രാവിലെ തന്നെ ജൻസി കുട്ടികളുടെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവർ ഉയർത്തുന്ന വിഷയവും ശ്രദ്ധേയമാണ്. കാരണം നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ പരീക്ഷകൾ നടത്തിയ ക്രമക്കേട്, മാത്രമല്ല ആ പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ വീഴ്ച, ഇത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയ ആശങ്ക, ഇത് പല വിദ്യാർത്ഥികളുടെയും ആത്മഹത്യയിലേക്ക് വരെ നയിച്ച സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സജീവമായി പ്രതിഷേധിക്കാൻ CJP ആഹ്വാനം ചെയ്തത്. അതനുസരിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തായാലും നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അഭിജിത്ത് ദീപ്കെ അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്നും ഡൽഹിയിലെത്തിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആ പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മറ്റ് ഉപാധികളുടെയും അടിസ്ഥാനത്തിൽ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നൽകിയിരിക്കുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാവും പ്രതിഷേധം. ഈ പ്രതിഷേധം എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ന ആകാംക്ഷയിലാണ് രാജ്യം. രാജ്യം ആകാംക്ഷയിലാണ്. വലിയ കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ മൂവ്മെന്റ് അത് എത്രമാത്രം വലിയൊരു മൂവ്മെന്റ് മാറുമെന്നുള്ളതാണ് അറിയേണ്ടത്. VR കാർത്തിക്കാണ് ചേർന്നത് ന്യൂസ് ഡെസ്കിൽ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്വന്തം പാർട്ടിയിൽ തന്നെ വിമത നീക്കം നേരിടുന്ന മമതാ ബാനർജിക്ക് പിന്തുണയുമായി പാർട്ടിയിലെ മുതിർന്ന നേതാവ് മഹുവ മൊയ്ത്ര. ഇതുവരെ മൗനം പാലിച്ചിരുന്ന മഹുവ മൊയ്ത്ര വിമതരെ തള്ളിയും മമതയെ പുകഴ്ത്തിയുമാണ് രംഗത്തെത്തിയത്. ഈ പ്രതിസന്ധിയെ നേരിട്ട് മമത പാർട്ടിയെ തിരികെ കൊണ്ടുവരും. കേന്ദ്ര ഏജൻസികളുടെ നീക്കം പേടിച്ചാണ് വിമതരുടെ നീക്കമെന്നും അവർ വിമർശിച്ചു. സംസ്ഥാനത്ത് മഴ അത് ശക്തമാണെന്നാണ് മുന്നറിയിപ്പ്. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്.
പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് മാത്രം അവധി ബാധകമല്ല. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മഴ കനത്തതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാകുന്നു. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുമുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് വിവിധയിടങ്ങളിൽ നിന്ന്. ആജ്ഞ രവീന്ദ്രനും MS അനീഷ് കുമാറുമാണ് ചേർന്നത്. ആദ്യം ഞാൻ അനീഷിലേക്ക് പോവുകയാണ്. അനീഷ്, ഈ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ഇന്ന് മഴ സാധ്യത, അത് തീവ്രമായിട്ടുള്ള മഴ സാധ്യത മുന്നറിയിപ്പുള്ളത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ 9 മണി 9:30 ആവുന്നു. തെളിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ വീണ്ടും. എൽദോ, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ കോഴിക്കോട് ജില്ലയിൽ മഴ ആരംഭിച്ചതാണ്. ഇപ്പോഴും മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. കഴിഞ്ഞ ഏതാണ്ട് 10-12 മണിക്കൂറായി അതിതീവ്ര മഴ തന്നെ പെയ്യുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. കോഴിക്കോട് ജില്ലയുടെ നഗര പ്രദേശങ്ങളിലും ഒപ്പം മലയോര മേഖലകളിലും വലിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തിരുവമ്പാടി പോലുള്ള ഇടങ്ങൾ, മുക്കം പോലുള്ള ഇടങ്ങളിൽ വലിയ മഴ പെയ്യുന്നു. ഒപ്പം നേരത്തെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പോലുള്ള വടകര താലൂക്കിൻ്റെ മേഖലകളിലും കനത്ത മഴ തുടരുന്നുവെന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അനാവശ്യ യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വടകര താലൂക്കിലെ വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നീര് തുടർന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും വലിയ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശമുണ്ട്. പ്രത്യേകം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനായി സജ്ജീകരിക്കാനുള്ള നിർദ്ദേശവും കളക്ടർ നൽകിയിരുന്നു. ഒപ്പം പ്രത്യേകിച്ചും വിലങ്ങാട് മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും, അതായത് കുത്തനെയുള്ള പ്രദേശങ്ങളിൽ, പാറക്കെട്ടുകളും മറ്റുമുള്ള ഇടങ്ങളിൽ നിന്നും, ഒപ്പം പുഴയോരത്ത് താമസിക്കുന്നവരും നിർബന്ധമായും അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ മാറാൻ തയ്യാറാവാത്തവരെ പോലീസ് അവിടെ നിന്നും നീക്കി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് പോകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിലൂടെ ഇന്നലെ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തരമായുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഗതാഗതം അനുവദിച്ചിരുന്നവരെ. മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികൾക്ക് വിലങ്ങുണ്ട്. DTPCയുടെ കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും ഈ 2 ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസത്തേക്ക് സഞ്ചാരികളെ അനുവദിക്കില്ല എന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ അതിതീവ്ര മഴയ്ക്കൊരു ശമനം വന്നെങ്കിലും മഴ ചാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയുടെ മിക്ക മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റൈറ്റ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കൊച്ചിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ അത് എങ്ങനെയാണ്? വെള്ളം ഇറങ്ങി തുടങ്ങിയോ, അതോ മഴ പെയ്യുന്നതനുസരിച്ച് കൂടുതലും രൂക്ഷമാവുകയാണ് സാഹചര്യം? എൽദോ, മഴ രാവിലെ മുതൽ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ കൊച്ചിയിലെ ഒരു സാഹചര്യം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അതായത് ഒരു മണിക്കൂറൊക്കെ ഇടവേള കിട്ടുമ്പോൾ തന്നെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ തരത്തിലുള്ളൊരു മഴ, അതായത് ശക്തമായ മഴ എന്നല്ല, ഈ തരത്തിലുള്ള ഒരു മഴ, ഒരു മീഡിയം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടുണ്ടായാൽ, ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ, ഇപ്പൊ പാലാരിവട്ടത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആജ്ഞ തുടർന്നോളൂ. വെള്ളക്കെട്ടുണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെയും ഇപ്പോൾ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. അത് ഈ മഴ പെയ്ത് രാവിലെ ശക്തമായ മഴയായിരുന്നു. മഴ പെയ്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകളായിരുന്നു. പക്ഷെ പറവൂർ ഭാഗങ്ങളിലൊക്കെ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ്. പറവൂർ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ അതായത് വെള്ളം ഒഴുകി പോകുന്ന കാന കെട്ടിയടച്ചതുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ വെള്ളക്കെട്ട് ഉണ്ട്. അതിന് പരിഹാരം കാണുന്ന ഒരു നീക്കത്തിലായിരുന്നു. അത് മോട്ടോർ വെച്ചിട്ട് വെള്ളം അടിച്ച് കളഞ്ഞ ശേഷം വീടുകളിലേക്ക് കയറിയിട്ടുള്ള വെള്ളം മോട്ടോർ വെച്ച്
അടിച്ചു കളഞ്ഞ ശേഷം അതിനുള്ള പരിഹാരം കാണും എന്നുള്ളതാണ് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ നല്ല മഴയുണ്ട്. പുലർച്ചെയൊക്കെ പെയ്തത് വലിയ ശക്തമായ മഴ തന്നെയാണ്. ആ മഴയിൽ വന്ന വെള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം തന്നെയാണ് ഇപ്പോൾ കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. അത് വേണ്ട വിധത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണം പറഞ്ഞാൽ. ഓടയൊക്കെ നമുക്ക് കാണാം. ഓടയുടെ ഈ നെറ്റൊക്കെ ഇപ്പോഴും മാലിന്യങ്ങൾ നിറഞ്ഞ് അടഞ്ഞിരിക്കുന്നതാണ്. പലയിടത്തും വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഇല്ല. അത് വേണം പറയാൻ. ഇത്തരത്തിൽ ഓടയൊക്കെ നിറഞ്ഞ് ശുചീകരണം നടത്താത്തത് കൊണ്ട് തന്നെ മാലിന്യമൊക്കെ മൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മഴ പെയ്താലുണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഈ നിറയുന്ന വെള്ളക്കെട്ടിൽ വരുന്നതൊക്കെ മലിനജലമാണ്. ഇത് വീടുകളിലേക്ക് കയറുമ്പോഴും അതല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ള വഴികളിലൊക്കെ ആണെങ്കിൽ പോലും ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. കുറച്ചുകൂടി സാംക്രമിക രോഗങ്ങൾ പടർത്താനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യാധികളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഏറെയാണ്. എലിയൊക്കെ ചത്തു പൊന്തിയ വെള്ളമാണ്. അത് ഈ മഴക്കാലത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും പനി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വൈറൽ ഫീവറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത് നയിക്കുകയും ചെയ്യും. മഴക്കാലം എപ്പോഴും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പനിക്കാലവും ഒക്കെ ആണെങ്കിൽ പോലും അതിനെ കൂടുതൽ തീവ്രമാക്കുന്ന തരത്തിലേക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുമൊക്കെ അത് കൊച്ചിയിൽ കുറച്ച് രൂക്ഷമാണ്. പ്രത്യേകിച്ചും മാലിന്യ പ്രശ്നങ്ങൾ കൊച്ചിയിൽ രൂക്ഷമായതുകൊണ്ട് തന്നെ ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം വേണ്ട വിധം നടക്കാത്തതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് മഴ എപ്പോഴും ഈ വർഷകാലം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ കൊച്ചി നേരിടാറുണ്ട്. കാരണം അത് സമയത്തിനൊന്നും നടപ്പിലാക്കാറില്ല. അത് ഏറ്റെടുത്ത് കൃത്യമായി നടപ്പിലാക്കിയിൽ മാത്രമേ ഇത്തരത്തിൽ ഓടകളിൽ വെള്ളം കയറി നിൽക്കുന്നതും അത് ഓടകൾ കവിഞ്ഞ് കരയിലേക്ക് വരുന്നതും അതല്ലെങ്കിൽ പലയിടത്തും ഈ കാനയും റോഡും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുക. അത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം സാധ്യതകളൊക്കെ തള്ളിക്കളയാൻ ഈ നീരൊഴുക്ക് കൃത്യമാക്കുന്ന തരത്തിലേക്ക് കാനകൾ ശുചീകരിക്കേണ്ടുന്നതും അല്ലെങ്കിൽ അത് അടഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറ്റി മാലിന്യങ്ങളൊക്കെ മാറ്റി ഓട ക്ലീൻ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല കൊച്ചിയിൽ. അതെന്തായാലും ഇത്തവണ കൊച്ചിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ അപാകതകൾ പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ ഈ വെള്ളം കെട്ടി നഗരത്തിലുള്ള ഒരു രീതി എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിന്നാൽ പോലും വലിയ മഴ വന്നു, വെള്ളക്കെട്ടുണ്ടായി, പക്ഷെ ഒരു മണിക്കൂറിനുള്ളിൽ അത് ഒലിച്ചു പോകും. വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം. പക്ഷേ ആ പെയ്യുന്ന മഴയുടെ ഒരു തീവ്രത അനുസരിച്ചിട്ട് ഒഴുകിപ്പോകാനോ ഉള്ള സൗകര്യം ഇപ്പോൾ നിലവിലില്ല. അത് പലയിടത്തും ഓടകൾ മാലിന്യം കൂമ്പാരം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടും അതുപോലെ ഓടകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. റോഡിലേക്ക് കൂടി ഓടകൾ കവിഞ്ഞ് വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപാകത. അത് എല്ലാ കാലവും കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം പ്രോപ്പറായി നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അത് ഇത്തവണയും ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. പലയിടങ്ങളിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തെ പറ്റി ആലോചന നടക്കുന്നതേ ഉള്ളൂ, പലയിടത്തും നടന്നിട്ടില്ല. അപ്പോഴേക്കും ഈ പറയുന്ന മലിനജലം എല്ലാ വീടുകളിലേക്ക്, അതായത് വെള്ളം കയറുന്ന ഇടങ്ങളിലേക്ക് അത് എത്തും. പിന്നെ കടൽ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ഇതിൻ്റെ മഴ തീവ്രമാവുന്നതിൻ്റെ രൂക്ഷത അനുഭവിക്കുന്നുണ്ട്. എന്തായാലും മഴ വരുന്ന ദിവസങ്ങളിലൊക്കെ ശക്തമാവുന്നതോടനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അതെ, അടിയന്തരമായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായിരിക്കും പ്രതിസന്ധി. മഴക്കെടുതികൾ, വെള്ളക്കെട്ട്, ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആജ്ഞയാണ് ഇവരുകൾ നൽകിയത്. കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, മൂർക്കശംകുന്ന് വായനശാല സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. 13 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് നടക്കും. പാലക്കാട് കൊല്ലംകോട്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 30. എന്താ പറ്റി? എങ്ങനെയാ സംഭവിച്ചത്? ഞങ്ങൾ സംസാരിച്ചിട്ട് പാട്ടും വെച്ചിട്ടാണ് വന്നത്. എന്താ സംഭവം? ഒരു വെളിച്ചം മാത്രം അങ്ങനെ മുഖത്ത് അടിച്ചു. അതാ ഓർമ്മയുള്ളൂ. പിന്നെ നമുക്ക് ഓർമ്മയില്ല. ഉറങ്ങില്ല, ആരും ഉറങ്ങിയിട്ടില്ല. ചതിയില് മഴയുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടോ. ലോറിന്റെ വെളിച്ചം ഈ വണ്ടിക്ക് ഇങ്ങനെ അടിച്ചപ്പം എല്ലാവരും ഇതെന്താ ഈ വെളിച്ചം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ ചെത്തുവാ കേട്ടത്. പേടിക്കില്ല. പിന്നെ വന്ന് അടിച്ചിട്ട് ഈ സാധനം മുഴുവൻ അങ്ങനെ തലയിലൊക്കെ വീഴുമ്പോൾ പേടിക്കില്ല.
വണ്ടി മറിഞ്ഞോ? വണ്ടി മറിഞ്ഞതല്ല, ഇങ്ങനെ തിരിച്ചിട്ട് ആ സാധനങ്ങൾ മേലെ പോകണം. ഡ്രൈവറിൻ്റെ മേലെ വീണ്. ഡ്രൈവറിനെയും കാണാനില്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിനെയും കാണാനില്ല. മഴയും വീട്ടിൽ ഓടാൻ തരമുണ്ട്, ഒക്കെ കൂടി ഒരേ കുട്ടികളുണ്ടായിരുന്നു അമ്മേ? സി വി അനുമോദുമൊപ്പം MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. ആദ്യം അനുമോദിലേക്ക്. ഈ അനുമോദ, അപകടത്തിൽപ്പെട്ടവർ പറയുന്നത് മഴയുണ്ടായിരുന്നു, പെട്ടെന്നൊരു വെളിച്ചം വന്ന് ഇടിച്ചു എന്നുള്ളതാണ്. ഇനി അതെന്താണ്, രാത്രിയാണ്, മഴയത്ത് ഒരു കാഴ്ചാപരിമിതിയുടെ പ്രശ്നം കൊണ്ടുണ്ടായ അപകടമായിരിക്കുമോ, അല്ലെങ്കിൽ ഇനി ഉറങ്ങിപ്പോയതാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വ്യക്തത വരുന്നുണ്ടോ? എൽദോ, ഇന്നലെ ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഒരുപക്ഷെ വാഹനങ്ങൾ നല്ല വേഗത്തിലായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിന്റെ ഭാഗത്തുള്ള നിഗമനം. ഇത് രണ്ടും അതിനൊപ്പം തന്നെ ഈ വെളിച്ചം മുഖത്തടിച്ചതും വാഹനത്തിന് നിയന്ത്രണം തെറ്റാൻ കാരണമായി എന്ന് വേണം കരുതുവാൻ. ഇതിൽ ടിപ്പർ ഈ ട്രാവലറിലേക്ക് ഇടിച്ചു കയറിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ട്രാവലറിന്റെ ഡ്രൈവർ ഇരുന്ന ഭാഗത്ത് പകുതിയോളം വാഹനം തകർന്ന അവസ്ഥയിലാണ്. ഒരു വാഹനം ഇടിച്ചു കയറിയാലുള്ള ഒരു അവസ്ഥയാണ് ആ വാഹനത്തിന്റെ ഘടന അപകടം നടന്നതിന് ശേഷം കാണുമ്പോൾ മനസ്സിലാവുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അപകടത്തിന്റെ കാരണം വിലയിരുത്തുവാനാണ് പോലീസിന്റെ ഭാഗത്തുള്ള ശ്രമം. എന്നെങ്കിലും ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. 2 മരണം സ്ഥിരീകരിച്ചു. ഇനിയും 3-ലധികം പേർ അതീവ ഗുരുതരാവസ്ഥയിലുണ്ട്. ഇവരൊക്കെ വാഹനത്തിന്റെ വലതുവശത്ത് ഇരുന്നവരാണ് എന്നാണ് കരുതുന്നത്. എന്നെങ്കിലും ടിപ്പറിലുണ്ടായിരുന്ന 3 പേരും ചികിത്സയിലാണ്. അപകടത്തിന്റെ കാരണം മഴയും അതുപോലെ തന്നെ അമിത വേഗതയുമാണോ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇന്നലെ രാത്രി 1:30യോടെയാണ് ഈ അപകടം സംഭവിച്ചത്. എൽദോ. ശരി അനുമോദ്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ 5ഓളം പേർക്ക് അവിടെ ചികിത്സയിലുള്ള 5 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അതിലെന്താണ് വസ്തുത? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? എൽദോ, 2 പേരുടെ മരണമാണ് ആശുപത്രിയിൽ ഇതിനകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഒരു കൊല്ലംകോട് സ്വദേശിനിയായ രമണിയും ഈ ബസിന്റെ ഡ്രൈവറായ രാജേഷ് എന്നയാളുടെയും മരണമാണ് സ്ഥിരീകരിച്ചത്. 21 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആദ്യം പ്രവേശിച്ച ആളുകൾക്കൊപ്പം പിന്നീട് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ആളുകളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ ഒരാൾക്ക് മാത്രമാണ് അല്പം സാരമായ പരിക്കുകളുള്ളത്. മറ്റാരുടെയും ആരോഗ്യനില ഗുരുതരമല്ല, അവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ചില ആളുകൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചത്ര ഒരു വലിയ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആൾനാശത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞതുമാണ് അപകടത്തിന്റെ തോത് കുറച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. എന്നാൽ 2 പേരുടെ ജീവൻ നഷ്ടമായി. മറ്റുള്ളവരുടെ ആരുടെയും ആരോഗ്യനില അത്ര അപകടകരമായ നിലയിൽ അല്ല ഇപ്പോൾ ഉള്ളത്. എന്തോ അനീഷ് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. കാരണം വലിയൊരു അപകടമാണ്, പക്ഷേ 2 പേരുടെ മരണവും സംഭവിച്ചു. പക്ഷേ നമ്മൾ കരുതിയതുപോലെ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ അത് അടിസ്ഥാനമില്ല എന്നാണ് ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് അനീഷ് പറയുന്നത്. അത് ആശ്വാസകരമാണ്. ബാക്കിയുള്ളവർ ആരോഗ്യത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. MS അനീഷ് കുമാറും CV അനുമോദവുമാണ് ചേർന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നുവെന്ന ആരോപണം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായിട്ടാണ് പരാതി. ആചാരങ്ങളിൽ അവകാശമുന്നയിച്ച് മുസ്ലിം കുടുംബം ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ലിട്ടു. കർണാടക സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിലിന്റെ നേതൃത്വത്തിൽ മുസ്ലിം കുടുംബത്തിന് പാരമ്പര്യ അവകാശമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നീക്കം നടക്കുന്നു എന്നാണ് ആരോപണം. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് കർണാടകയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിൽ കർണാടക പോലീസ് അകമ്പടിയോടെ ഏതാനും ആളുകളോടൊപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത്. തൊട്ടു പിന്നാലെ ദേവസ്വം അധികൃതർ അറിയാതെ ബാവലിപ്പുഴയിൽ കല്ലുകൾ വെക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാവിലക്കെട്ട് എന്ന പേരിൽ ചടങ്ങുണ്ടെന്നും അതിന്റെ പാരമ്പര്യ അവകാശികളായ മുസ്ലിം കുടുംബമാണെന്നും പറഞ്ഞായിരുന്നു പ്രചരണം. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് മുസ്ലിം കുടുംബത്തിന് അവകാശമില്ലെന്നിരിക്കെയാണ് ഈ നീക്കം. വ്യാജ പ്രചരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം അധികൃതരും രംഗത്തെത്തി.
ആചാര ലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ചിലർ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. ശബരിമലയിൽ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിൻ്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. ക്ഷേത്രത്തിനെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ പോലുള്ള ഒരു ക്ഷേത്രത്തിലെ പവിത്രമായ ദക്ഷയാഗ സ്മരണകൾ ഉറങ്ങുന്ന വൈശാഖ മഹോത്സവത്തെ അലങ്കോലപ്പെടുത്താനുള്ള, സമാധാന ഭംഗമുണ്ടാക്കാനുള്ള, സാമുദായിക മൈത്രി തകർക്കാനുള്ള ഗൂഢോദ്ദേശം ഇതിന് പിറകിലുണ്ട് എന്ന് സംശയിക്കുകയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ് കർണാടകയിൽ നിന്നുള്ള ഭക്തർ ധാരാളമായി കൊട്ടിയൂരിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇത്തവണയും അതിന് വ്യത്യാസമില്ല. ഈ സമയത്താണ് കർണാടകയിൽ നിന്നുള്ള ഷാഹിദ് പാരമ്പര്യ അവകാശമുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ഇതിന് ഗൂഢനീക്കമുണ്ടെന്ന ആരോപണമാണ് ഉയരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, എന്താണ് ഈ ചടങ്ങ് ആദ്യം? ഇനി ഈ നമ്മുടെ ആ നാട്ടിലുള്ള ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളുമല്ല ഈ കർണാടകയിൽ നിന്ന് കർണാടക പോലീസിൻ്റെ സുരക്ഷയിലേക്ക് എത്തി അങ്ങനെ കല്ലിടുന്ന ദൃശ്യങ്ങളൊക്കെ എടുത്തു. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ് പറയപ്പെടുന്നത്? എൽദോ, ക്യാബിനറ്റ് പദവിയുള്ള കർണാടക വേജ് ബോർഡ് ചെയർമാൻ TM ഷാഹിദ് തെക്കിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു 4-5 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ കൊട്ടിയൂരിൽ, നമുക്കറിയാം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ വലിയ തോതിലുള്ള ഉത്സവം നടക്കുകയാണ്. വൈശാഖ യാഗ മഹോത്സവം 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മഹോത്സവത്തിന് കേരളത്തിൽ നിന്നും അതുപോലെ കേരളത്തിന് പുറത്തു നിന്നുമായി ലക്ഷങ്ങളാണ് ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ഒരു സമയത്താണ് വലിയ തോതിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ബാവിലക്കെട്ട് എന്നൊരു ചടങ്ങ് നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചടങ്ങ് അത് പുതുക്കാൻ, ആ സ്മരണ പുതുക്കാനാണ് എത്തിയെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ അതിന്റെ വീഡിയോ ഈ ബാവില് പുഴയിൽ കല്ലിട്ട് ആ ചടങ്ങ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കും. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത് കർണാടക, അതായത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സംഘടനകളൊന്നും ഇതിൽ പ്രതികരണം നടത്തിയിട്ടില്ല ഇതുവരെ. ഇതിൽ ദേവസ്വം ബോർഡ് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ, കൊട്ടിയൂർ ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കമാണ്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഘം ഇവിടെ എത്തിയത് ഈ ക്ഷേത്ര ഉത്സവം കാണാൻ എന്ന രീതിയിലായിരുന്നു. അങ്ങനെയായിരുന്നു ഈ ക്ഷേത്ര ഭാരവാഹികളും വിചാരിച്ചിരുന്നത്. അങ്ങനെ അവരെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവർ ബാവിലപ്പുഴയിൽ പോയി ഇത്തരത്തിൽ ബാവിലക്കെട്ട് എന്നൊരു ചടങ്ങ്, അതായത് പാരമ്പര്യമായി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങ്, അത് സ്മരണ പുതുക്കുകയാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത്. വാവിലപ്പുഴയിൽ കല്ലുകളിടുന്ന ദൃശ്യം അത് ഇവർ തന്നെയാണ് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ വർഷം മുതൽ ഈ ക്ഷേത്ര കമ്മിറ്റി പറയുന്നത് കർണാടകയിൽ നിന്നും ധാരാളം പേർ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു നീക്കം എന്നാണ്. അതായത് ശബരിമലയിൽ ബാബർ എങ്ങനെയാണോ അതുപോലെ കൊട്ടിയൂരിൽ ബാവിലക്കെട്ട് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. അത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം വിശ്വാസികളല്ല, അത് കർണാടകയിൽ നിന്നാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ ആദ്യം കേളകം പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള ഇങ്ങനെയുള്ള ഒരാളാണ് താനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. നമുക്കറിയാം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും വരാം. പ്രത്യേക ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് അക്കരെ കൊട്ടിയൂരിൽ ഇപ്പോൾ ഈ ഒരു 27 ദിവസം ഈ ഒരു ദിവസം മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത്. അങ്ങനെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഇല്ലാത്ത ആചാരത്തിന്റെ പേരിൽ വലിയ തോതിൽ ഒരു വിവാദം ഉണ്ടാക്കാൻ ഇപ്പോൾ ആളുകൾ രംഗത്തിറങ്ങിയെന്നാണ് ആക്ഷേപമുയർന്നത്. ഹിന്ദു സംഘടനകളും ഇതിൽ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി കേരളത്തിൽ നിന്നുള്ള ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഇതിൽ എന്ത് പ്രതികരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതുവരെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു ആചാരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികളും 80 വയസ്സ് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളെ നിൽക്കുന്നവരും പറയുന്നത്.
പറയുന്നത് അതാണ്. ഇല്ലാത്ത ആചാരത്തിന്റെ പേരിൽ വലിയ തോതിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം കൊട്ടിയൂരിൽ നടക്കുന്നു എന്നാണ്. ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് ദേവസ്വം ബോർഡും പറയുന്നുണ്ട്, ഹൈന്ദവ സംഘടനകളും പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവം വലിയ തോതിലുള്ള വിവാദമായിട്ടുണ്ട്. ഈ ദൃശ്യം വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കൊട്ടിയൂരിൽ മുസ്ലിം വിശ്വാസികളുടെ പരമ്പരാഗതമായ ഒരു ചടങ്ങുണ്ടായിരുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ചടങ്ങ് എന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും ഇതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നിയമ നടപടിക്ക് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ. ശരി, ബൈ. ഇടവേള. മഴ ഒരു ഋതു മാത്രമല്ല, അതൊരു വികാരമാണ്. കേരളത്തിലെ മഴക്കാലമാകട്ടെ പ്രകൃതി സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ജീവനുള്ള ഒരു മഹാകാവ്യവും. പുതുമഴ മണ്ണിനെ ചുംബിക്കുമ്പോൾ ഉയരുന്ന ആ ഗന്ധം, പച്ചിലത്തുമ്പുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന മഴത്തുള്ളികളുടെ ആ താളം, കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന മലനിരകൾ, ഇരമ്പിയാർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ, ഇവയെല്ലാം ചേർന്ന് കേരളത്തെ ഒരു മാന്ത്രിക ലോകമാക്കി മാറ്റുന്നു. മഴക്കാലത്ത് കേരളത്തിൽ എവിടെ പോകണം എന്ന് ചിന്തിക്കുന്നവർക്കായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 60-ലധികം മഴക്കാല വിസ്മയങ്ങളുടെ ഒരു വലിയ ലോകമാണ് നമ്മളിവിടെ തുറക്കാൻ പോകുന്നത്. വിനോദസഞ്ചാരത്തിനപ്പുറം പ്രകൃതിയുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു സമ്പൂർണ്ണ വഴികാട്ടിയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാരം കേവലം കടൽ തീരങ്ങളിലും നഗര കാഴ്ചകളിലും മാത്രം ഒതുങ്ങില്ല. മഴക്കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ തനി നിറം കാണണമെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന പൊന്മുടിയിലെ ഹെയർപിൻ വളവുകളിലൂടെയുള്ള യാത്ര മഴക്കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. പൊന്മുടിയിലേക്കുള്ള വഴിയിൽ തന്നെ കാണാൻ സാധിക്കുന്ന കല്ലാറ്, മീൻമുട്ടി വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലത്ത് കൂടുതൽ മനോഹരമാകുന്നു. വയനാട്ടിലെ മീൻമുട്ടിയുമായി ഇതിനെ തെറ്റിദ്ധരിക്കരുത്. വനത്തിലൂടെയുള്ള ഒരു ചെറിയ ട്രക്കിങ്ങിനൊടുവിൽ എത്തിച്ചേരുന്ന വാഴ്വാൻ മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകി വീണ വിജയനെയും CMR MD ശശിധരൻ കർത്തയെയും വിളിപ്പിക്കുന്നതിന് മുമ്പ് തെളിവ് ശേഖരണം പരമാവധി പൂർത്തിയാക്കും. SFIOയിൽ നിന്നും ED തെളിവ് ശേഖരിക്കും. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികൾക്കോ തടസ്സമില്ലെങ്കിലും തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം നീങ്ങാനാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ EDയുടെ നിലവിലെ തീരുമാനം. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ പോലീസ് ചിത്രീകരിച്ച മർദ്ദന ദൃശ്യങ്ങളും അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇന്ന് ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അറിയാനാണ് താൻ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നതെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. ആദായ നികുതി വകുപ്പിന്റെ അടക്കമുള്ള പരിശോധനകൾ സാധാരണഗതിയിൽ കമ്പനികളിൽ നടക്കാറുള്ളതാണ്. ആത്മഹത്യയിലേക്ക് നയിച്ചത് പരിശോധനകൾ ആകണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചെയർമാന്റെ മരണം മൂലം കമ്പനിയെക്കുറിച്ച് പലർക്കും സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായി. ഈ പ്രതിസന്ധികൾ മറികടന്നുവെന്നും TA ജോസഫ് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു പേരാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന CJ റോയിയുടെ മരണം അത് വളരെയധികം ചർച്ച നേടുകയും എല്ലാം തന്നെ ചെയ്തതാണ്. പ്രത്യേകിച്ച് ആ ബിസിനസ് രംഗത്ത് അത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും അതിന്റെ അന്വേഷണം തുടരുകയും ചെയ്യുന്ന ഒരു ഘട്ടം. കോൺഫിഡന്റ് ഗ്രൂപ്പ് പിന്നീട് എന്തായി, പിന്നീട് എപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD TA ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. നിലവിൽ ഒരു വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ചോദിച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് അതിന്റെ ആ കേസ് കാര്യങ്ങളുടെ ഒരു അവസ്ഥ?
കേസ് ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കും ബാംഗ്ലൂർ. അത് ഓൾമോസ്റ്റ് തീർന്നു. എല്ലാ വിധത്തിലുള്ള എൻക്വയറീസും കഴിഞ്ഞു. ഇനി അവരത് ഫൈനലൈസ് ചെയ്യാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് മാറി, ഗവൺമെന്റ് എല്ലായിടത്തും മുഖ്യമന്ത്രിയൊക്കെ മാറിയപ്പോൾ ആ ഒരു തിരക്കായിട്ടൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഐ തിങ്ക് വിതിൻ ഒരു 10 days അല്ലെങ്കിൽ 2 weeksനുള്ളിൽ അതിന്റെ ഇത് റിപ്പോർട്ട് വരും. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതല്ല, ഏതാ ആ രീതിയിൽ SITയുടെ ഈ രീതിയിലുള്ള. അപ്പോൾ അതാ പ്രതീക്ഷിക്കുന്നു. അന്വേഷണങ്ങൾ അതെല്ലാം തന്നെ അതൊന്നും വിഷയമൊന്നുമില്ല. ITയുടെ കഥ അങ്ങനെ തന്നെ പോകുന്നത്. നോർമൽ എല്ലായിടത്തും ഉണ്ടാവുന്ന സെർച്ചുകൾ നമ്മൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാനും ചെയർമാനും ഒറ്റ ഇതിൽ നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ അത് നോർമൽ ഇപ്പോൾ IT ആയാലും GST ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എപ്പോഴെങ്കിലും വരാം. ആ കൂട്ടത്തിൽ ഒരു 4-5 ബിൽഡേഴ്സിന്റെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ഇവിടെയും ഒന്നിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെയർമാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അല്ലേ അറിയാൻ പറ്റും. അത് അവര് നോക്കുന്നത് എന്താണ് റീസൺ എന്നുള്ളതാണ്. റീസൺ അപ്പൊ അവര് എൻക്വയറി നടത്തി എല്ലാ ആൾക്കാരെയും ചോദിച്ചും പിടിച്ചും നടത്തുന്നതാണ്. അപ്പൊ അത് അവര് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു വലിയൊരു റീസൺ തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിലുള്ളത്. അങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം, അത് ആ സമയത്ത് നേരിട്ട ക്രൈസിസുകൾ വലുതായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ചെയർമാനായിരുന്നല്ലോ കമ്പനിയുടെ ഫേസ്. പുള്ളിയായിരുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിലും TVയിലും എല്ലാം കൂടുതലും വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ TVയിലൊന്നും വരാറില്ല. അപ്പൊ ജനങ്ങൾക്ക് അറിയാവുന്നത്, പബ്ലിക്കിന് അറിയാവുന്ന ഒരൊറ്റാളേ ഉള്ളൂ, ഡോക്ടർ റോയ് CJ. നമ്മൾ ഇങ്ങനെ പബ്ലിക് ഇതിൽ പോകാറുമില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നോർമലായിട്ട് ഇപ്പോൾ ഒരു പാർട്ടിയുടെ തന്നെ തലവൻ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഇവിടെയും പല കോംപ്ലിക്കേഷൻസ് ആൾക്കാർ ചിന്തിച്ചു. ക്ലയൻസുകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. അവരെന്തായിരിക്കും ഫ്യൂച്ചർ എന്നൊക്കെ. പക്ഷെ ഞാൻ അന്നൊരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. പ്രസ് മീറ്റിൽ ഞാൻ ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഒരിടത്തും ഇല്ല ഇഷ്യൂസ്. ബിക്കോസ് ഒരാള് പോയതുകൊണ്ടോ ചെയർമാൻ പോയതുകൊണ്ടോ ഒരു കമ്പനി ഒരു 500 സ്റ്റാഫും 10,000 ലേബർ വർക്ക്സും ഒക്കെ ഉള്ളൊരു കമ്പനിയിൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഇറ്റ് ഇസ് നോട്ട് എ വൺ മാൻ ആർമി, ഇറ്റ്സ് എ ഫുൾ ആർമി ഈസ് ദെയർ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ ഇതും അതൊക്കെ അതിൻ്റെതായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കാർക്കൊരു തീർച്ചയായിട്ടും എല്ലാവരുടെ ഉള്ളങ്ങളിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന്റെ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അങ്ങനെയുള്ള കാര്യം ഇതെല്ലാം. പിന്നെ കുറെ ഗോസിപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, കുറെ യൂട്യൂബേഴ്സൊക്കെ എല്ലാം പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിവേ ആ പ്രസ് മീറ്റിൽ ഐ വാസ് സോ ക്ലിയർ ആൻഡ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അല്ലോ. അത് ഒരു മട്ടം കൂടി കൂട്ടണമെന്നുള്ള എന്റെ ചിന്ത. അപ്പോ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾക്ക് വീഴ്ച വരേണ്ട കാര്യമില്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അദ്ദേഹത്തിന്റെ MDയുടെ വാക്കുകൾ വളരെ പ്രകടമാണ്, സ്പഷ്ടമാണ്. കാരണം വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ചെയർമാന്റെ അഭാവം ഉണ്ടായി എന്നതെല്ലാം തന്നെ ആദ്യഘട്ടത്തിലുള്ള ആ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം, ഒരുപാട് ചോദ്യങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് കോൺഫറൻസ് ഗ്രൂപ്പ് പിന്നെയും മുന്നോട്ട് പോയിരിക്കുന്നു. പുതിയ പ്രൊജക്ടുകളുമായി കേരളത്തിൽ വളരെ സജീവമാകുന്നു എന്നതെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ചെയർമാന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ അടുത്ത് തന്നെ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന് വേണ്ടി തന്നെയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് കുടുംബാംഗങ്ങൾ മൊത്തമായും കാത്തിരിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കളരിപ്പയറ്റിലൂടെ പുതുതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരുങ്ങി വയനാട് പനമരം എരനല്ലൂർ വിശ്വവിദ്യാ കളരി പരിശീലന കേന്ദ്രം. പുരാതനമായ കടത്തനാടൻ കളരി ശൈലിയിലൂടെ കൗമാരക്കാരിൽ ശാരീരിക മാനസിക മാറ്റങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം.
കേവലം ഒരു ആയോധനകല എന്നതിലുപരി മർമ്മ ചികിത്സയും കളരി ചികിത്സയും സമന്വയിക്കുന്ന കടത്തനാടൻ കളരി പരിശീലനത്തിലൂടെ ശ്രദ്ധേയമാവുകയാണ് വയനാട്ടിലെ പനമരം എരനല്ലൂരിലുള്ള വിശ്വവിദ്യ കളരി പരിശീലന കേന്ദ്രം. പനമരം പരക്കുനി സ്വദേശിയായ വിജിൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ധാരാളം പേരാണ് ഇവിടെ പരിശീലനം നേടുന്നത്. വാസ്തുപ്രകാരം തയ്യാറാക്കിയ പ്രത്യേക കളരിത്തറയിലാണ് പരിശീലനം. അച്ചടക്കവും ആരോഗ്യവുമുള്ള ജീവിത രീതിക്കൊപ്പം കൗമാരക്കാരിൽ വലിയ തോതിലുള്ള മാനസിക സ്ഥിരതയും മാറ്റങ്ങളും കൊണ്ടുവരാൻ കടത്തനാടൻ ശൈലിക്ക് സാധിക്കുന്നുണ്ട്. 7 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ഇവിടെ പ്രത്യേക പരിശീലനം നൽകുന്നത്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും ചിന്തകളും കൃത്യമായ പാതയിലേക്ക് നയിക്കുന്നതിൽ കളരിയുടെ ആത്മീയ വശങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ലഹരി വസ്തുക്കളോടുള്ള ആഭിമുഖ്യം എന്നിവയിൽ നിന്നും അവരെ പൂർണ്ണമായി മോചിപ്പിച്ച് മികച്ചൊരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. വടക്കൻ ശൈലിയാണ്, കടത്തനാടൻ ശൈലിയാണ്. ഇതിലെങ്ങനെ വെച്ചാൽ വാസ്തു ശാസ്ത്രമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കുഴിക്കളരിയാണ്. കുഴിക്കളരി എന്ന് പറഞ്ഞാൽ ഒരു 5 അടിക്ക് താഴെ ജൈവമണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള മണ്ണിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിനൊക്കെ ഉള്ള അസുഖം രോഗങ്ങളോ അങ്ങനത്തെ ഒന്നും വരില്ല. പിന്നെ വായുസഞ്ചാരമൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. കൗമാരപ്രായക്കാരിൽ ഉണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാനും അവരിൽ ഏകാഗ്രതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനം ഏറെ സഹായിക്കുന്നുണ്ട്. കായികക്ഷമതയ്ക്കൊപ്പം പുതിയ കാലത്തെ വിപത്തുകളിൽ നിന്ന് കുട്ടികൾക്ക് പ്രതിരോധ കവചമൊരുക്കുകയാണ് വിശ്വവിദ്യ കളരി കേന്ദ്രം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ആൻഡമാൻ തീരമേഖലയിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി. പൊതുമേഖലാ എണ്ണ പര്യവേഷണ കമ്പനിയായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നടത്തിയ പര്യവേഷണങ്ങൾക്കിടെയാണ് പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത്. ഈ മേഖലയിൽ കമ്പനി നടത്തുന്ന പര്യവേഷണങ്ങൾക്കിടയിലെ രണ്ടാമത്തെ വലിയ കണ്ടെത്തലാണിത്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയുള്ള ആൻഡമാൻ ഷാലോ ഓഫ് ഷോർ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന വിജയപുരം 3 എന്ന പര്യവേഷണ മേഖലയിലാണ് പുതിയതായി പ്രകൃതിവാതകം കണ്ടെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പൺ ഏക്രേജ് ലൈസൻസിംഗ് പോളിസി പ്രകാരം 355 മീറ്റർ ആഴമുള്ള കടൽ മേഖലയിലാണ് പര്യവേഷണം നടത്തിയത്. ഇടുക്കി അടിമാലിയിൽ വൈദ്യുതി ആഘാതമേറ്റ് യുവാവ് മരിച്ചു. പടിക്കപ്പുകൂടി സ്വദേശി രമേശ് രാജപ്പനാണ് മരിച്ചത്. വൈദ്യുതി ലൈനിന്റെ ടച്ച് അത് വെട്ടുന്നതിനിടെയായിരുന്നു സംഭവം. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 9 മണി വാർത്തയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ഫ്രണ്ട്സ് കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.